ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സ് ആൻഡ് സം ഓപ്പറേഷൻസ് കണ്ടു. സോ ഇന്ന് നമ്മൾ ഫങ്ഷൻസിനെ പറ്റിയാണ് കാണാൻ പോകുന്നത്. ഫങ്ഷൻസ്. Now what do you mean by a function? നമുക്കറിയാം, function is always defined from a set onto another set. ഈ സെറ്റിനെ നമ്മൾ ഡൊമെയിൻ എന്നും അതുപോലെ സെറ്റ് ബിയെ നമ്മൾ കോ ഡൊമെയിൻ എന്നും പറയും. റൈറ്റ്? സോ നമുക്ക് വേണ്ടി ഇങ്ങനെ പറയാം, എഫ് is a rule or a mapping that takes each element x in A and associate with it a single element of B. Okay, so we have to underline these two words, each element and single element. നമുക്ക് വേണേ ഇങ്ങനെ പറയാം, where every element of A is mapped to a unique element in B. ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എവരി എന്നുള്ളതും യുണീക്ക് എന്നുള്ളതും മനസ്സിലാക്കുക. എന്തായാലും ടെക്സ്റ്റ് ബുക്കിനെ ഫോളോ ചെയ്യുന്ന നമുക്ക് ഈ ഡെഫിനിഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എഫ് ഇസ് എ റൂൾ ഓർ എ മാപ്പിംഗ് ദാറ്റ് ടേക്സ് ഈച്ച് എലമെൻറ്റ് എക്സ് ഇൻ എ ആൻഡ് അസോസിയേറ്റ് വിത്ത് ഇറ്റ് എൻ എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ, സോ ഇനി ഇവിടെ എയും ബിയും ഡൊമെയിനും കോഡൊമെയിനും ആണെന്ന് പറഞ്ഞു. നൗ വി ഹാവ് സംതിങ് കോൾഡ് റേഞ്ച് ഓഫ് എഫ്. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ y in B such that y is equal to f of x for some x in A. Okay, so this set A, this set B, ഇതാണ് നമ്മുടെ f എങ്കിൽ x എന്ന് പറയുന്ന എയിലാണുള്ളത്, f of x എന്ന് പറയുന്നത് ബിയിലായിരിക്കും. സോ ഇതായിരിക്കും ചിലപ്പോൾ റേഞ്ച് ആയിട്ട് വരിക. ചിലപ്പോൾ ബി മൊത്തത്തിൽ വരണമെന്നില്ല. സി ഓക്കെ, സോ ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. എക്സാമ്പിൾ 1. സോ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സേ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് വേഗം എല്ലാം പറയാൻ പറ്റും. എനിവേ, ഡൊമെയിൻ വിൽ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, റൈറ്റ്? ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് ഇസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വാട്ട് അബൌട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1? ഒരു യൂണിറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി, റൈറ്റ്? സോ ദിസ് ഇസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിലാണ് അല്ലേ? സോ ദാറ്റ് മീൻസ് റേഞ്ച് എന്തായിരിക്കും ഇവിടെ? 0 to ഇൻഫിനിറ്റി ആണ്. എന്നാൽ ഇവിടെ അത് 1-ൽ നിന്നാണ്. സോ 1 to ഇൻഫിനിറ്റി ആയിരിക്കും അതിൻ്റെ റേഞ്ച് എന്നുള്ളത്. ഓക്കെ, റേഞ്ച് ഇസ് 1 to ഇൻഫിനിറ്റി, റൈറ്റ്? ഓക്കെ, അല്ലെ വേണേൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതാറുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് കൺസിഡർ അനദർ എക്സാമ്പിൾ. സേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എടുക്കാം. സോ ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകരുത്. സോ ആറിൽ നിന്ന് നമ്മൾ 0 അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ, നെഗറ്റീവ് ഇൻഫിനിറ്റി 0 യൂണിയൻ 0 ഇൻഫിനിറ്റി, വിച്ച് മീൻസ് 0 ഈസ് അവോയ്ഡഡ്, റൈറ്റ്? രണ്ട് രീതിയിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. വാട്ട് അബൌട്ട് ദ റേഞ്ച്? സോ ഇത് ആക്ച്വലി റെസിപ്രോക്കൽ ഫംഗ്ഷനാണ്, റൈറ്റ്? ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും വരിക. പ്ലോട്ട് ചെയ്താൽ മതി. 1-ൻ്റെ ഇമേജ് 1, റൈറ്റ്? 2-ൻ്റെ ഇമേജ് 1/2, ശരിയല്ലേ? 1/2-ൻ്റെ ഇമേജ് 2. സോ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ആക്ച്വലി ഒരു ബ്രാഞ്ചസ് കിട്ടും. സോ ഇത് ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഇതെന്താ? ദിസ് ഇസ് ആക്ച്വലി എ ഹൈപ്പർബോള. ഓക്കെ, വാട്ട് അബൌട്ട് റേഞ്ച്? റേഞ്ചും എന്താണ്? 0 എടുക്കത്തില്ല. സോ ദിസ് ഇസ് ദ റേഞ്ച്. Okay, so these are two simple examples. Now let's move on to an interesting example.
the Dirichlet's function. Dirichlet's function. Okay. So Dirichlet's function is defined as g of x is equal to 1 if x is a rational number and 0 if x is not a rational number. That means it is an irrational number. So ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫംഗ്ഷൻ റാഷണൽ നമ്പേഴ്സിനെ എല്ലാം 1 മാപ്പ് ചെയ്യും, ഇറാഷണൽ നമ്പേഴ്സിനെ എല്ലാം 0 മാപ്പ് ചെയ്യും. ഈ ഒരു ഫംഗ്ഷനെ പ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? ഇപ്പോൾ 0 1 2 -1 -2. സോ നമുക്കറിയാം ഇവരെല്ലാം എന്താ റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ. സോ ഇവരെ എല്ലാം ഈ ഫംഗ്ഷൻ എങ്ങോട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുക? തീർച്ചയായിട്ടും 1 പ്ലോട്ട് ചെയ്യും. 1 പ്ലോട്ട് ചെയ്യും ഇവരെയെല്ലാം. ഇതിനിടയിൽ ഒരു 1/2 ഉണ്ടെങ്കിൽ ആ 1/2നെയും 1 പ്ലോട്ട് ചെയ്യും. ബട്ട് വാട്ട് അബൌട്ട് ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ദം? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ √2ൻ്റെ വാല്യൂ 1.414 ആണ്. സോ ഇറ്റ് സംവെയർ ഹിയർ. സോ അതിനെ 0 മാപ്പ് ചെയ്യുക, റൈറ്റ്? സോ 0ക്കും 1നും ഇടയിൽ തന്നെ there are infinitely many rational numbers as well as irrational numbers. Rational numbers dense ആണെന്ന് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ കണ്ടായിരുന്നു. സോ ഇതിനെ പ്ലോട്ട് ചെയ്യാൻ പ്രയാസമാണെങ്കിലും എനിവേ we can say about its domain and range. So what is the domain of this function? It is real numbers, right? Now what about the range? രണ്ട് വാല്യൂസ് ഈ ഫംഗ്ഷൻ എടുക്കുകയുള്ളൂ, അത് 0യും 1ഉം ആണ്. ഓക്കെ, so this is an interesting example. റിയൽ അനാലിസിസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫംഗ്ഷനാണ് എന്തായാലും Dirichlet's function. Now let's consider another interesting example, which is the absolute value function. ഇതിനെ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഫെമിലിയർ ടു us, മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ്റെ നൊട്ടേഷൻ mod x. It is defined as it is x if x is greater than or equal to 0 and it is negative x if x is less than 0. So modulus x എപ്പോഴും പോസിറ്റീവ് ആണ് എന്ന് നമുക്കറിയാം, റൈറ്റ്? ഫോർ എക്സാമ്പിൾ മോഡുലസ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് ഡെഫിനിഷൻ പ്രകാരം മോഡ് എക്സ് എന്താണ്? 2 തന്നെയാണ്. വാട്ട് അബൌട്ട് മോഡ് സേ 3.7? that is 3.7, right? What about negative 4.2? Now negative 4.2 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണ് അല്ലേ. സോ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് negative 4.2 and it becomes 4.2. so എപ്പോഴും absolute value of x is always greater than or equal to 0. okay, now ഇതിൻ്റെ ഗ്രാഫ് is actually a V-shaped graph. Now what about the domain and range? Domain is real numbers and range, since it lies above x-axis, 0 to infinity എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് പറയും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. സോ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. ഹോംവർക്ക്, it's a simple homework. Find the domain and range of the functions. First one, f of x is equal to say square root of x square minus 1. Second one, g of x is equal to 1 by root of say x plus 2. okay, ഒരെണ്ണം കൂടെ, h of x is equal to 1 by say x square minus 5x plus 6. okay.